രാത്രി മോന് പനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവനെ എണീറ്റപ്പോൾ ചായ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കുടിച്ച് കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് ഓക്കെ ആയി. പിന്നെ വണ്ടിയും കൊണ്ടിട്ട് ഉള്ള കളിയാണ്. മോളാണ് തീരെ കിടക്കില്ല. അപ്പോൾ അവളെ കുറച്ച് നേരം കിടത്തി നോക്കിയതാണ്. കിടന്ന് കളിക്കില്ല, അവൾക്ക് അതിനൊന്നും കഴിയില്ല. പിന്നെ ചക്ക ഉണ്ടായിരുന്നു, ഞാൻ വേഗം നല്ല പഴുത്ത ചക്കയായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അത് കേട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വേഗം ഇങ്ങനെ ആക്കി വെച്ചാൽ എല്ലാവരും കഴിച്ചു പോകും. അല്ലാതെ അതങ്ങനെ കിടന്നാൽ അത് കെട്ടുപോയിട്ട് ഒഴിവാക്കേണ്ടി വരും. കുവൈറ്റിൽ നിന്ന സമയത്തൊക്കെ ഒരു ചക്ക കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചക്ക ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇടുമ്പോൾ എന്തോ പോലെയാണ്. അതുകൊണ്ട് വേഗം ചക്കയൊക്കെ എടുത്ത് കുറച്ച് കഴിച്ചു. പിന്നെ മോളെ നോക്കിയിരിക്കലായി. അവൾക്കും അങ്ങോട്ട് റെഡി ആയിട്ടില്ല, ചെറുതായിട്ട് മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് ഉപ്പേരി. മോനും അതുപോലെ തന്നെ അത് കൂട്ടിയിട്ട് അവൻ ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ. ഇതിങ്ങനെ ടി വി കണ്ടുകൊണ്ട് അത് മുറിച്ചിടാൻ നല്ലതാണല്ലോ. അപ്പോൾ ഏട്ടൻ എന്നെ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാട്ടോ. പിന്നെ അത് കഴിഞ്ഞു മാമി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ ഇങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാട്ടോ. വന്നപ്പോൾ പിന്നെ അവൾ കുറേ നേരം കളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാലൊക്കെ കുടിച്ച് കുറച്ച് ഉറങ്ങി എണീറ്റ് ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, മോനും ഏട്ടനും കൂടെ. അങ്ങനെ അവർ വരുമ്പോൾ ചായക്ക് കൂട്ടലൊക്കെ വാങ്ങിയിട്ട് വന്നു. പക്ഷെ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഈ പിന്നെ സന്ധ്യാസമയം ഇത് കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ. അത് കത്തിച്ചു. പിന്നെ കൊതുകും കുറച്ച് കുറയും കേട്ടോ. അങ്ങനെ അത് കത്തിച്ച് വെച്ച് ഇരിക്കുകയാണ്. മോളിങ്ങനെ മോനെ നോക്കിക്കൊണ്ടിരിക്കും. അവളെപ്പോഴും അവനെ നോക്കി, അവൾക്ക് ഭയങ്കര കാര്യമാണ്. പക്ഷെ അവളങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല കേട്ടോ. അവൻ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മോളിങ്ങനെ എപ്പോഴും അവനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കല്യാണമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയിട്ടില്ല, മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരെയും കൂട്ടി പോകാൻ ആവാത്തതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ചോറ് കൊടുത്തു വിട്ടേ, നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ. ഇതാട്ടോ കല്യാണം വീട്, ഇത്രയും അടുത്താണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പോയില്ല. പിന്നെ മാമനൊക്കെ അവരൊക്കെ കല്യാണം വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വീട്ടിൽ വെച്ചിട്ട് ഇന്ന് അങ്ങനെ പരിപാടിയൊന്നുമില്ല, നാളെ റിസപ്ഷനാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ അവിടെ പോയി ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ കൊലായിൽ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. ഒരുപാട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയത്.